നമസ്കാരം. അതൊരു സ്പേസി ടിപ്സ് 2016 UPSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ സൈക്കോളജി പാർട്ട് ഒഴികെ ബാക്കിയുണ്ട്. ഓക്കെ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും അതുപോലെ ജനറൽ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കമ്പൈൻ ചെയ്താണ് പോകുന്നത്. ഓക്കെ, 60/2016 സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലായിട്ട് നടത്തിയ എക്സാമിൻ്റെ ആൻസർ കീ നോക്കാം നമുക്കിവിടെ. ക്വസ്റ്റ്യൻ നമ്പർ 1, സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻസ് നാഷണൽ പാർക്ക്. പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻസ് നാഷണൽ പാർക്ക് വരുന്നത്. നെക്സ്റ്റ്, 2018 ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതായിരുന്നു? ഇന്ത്യ ആയിരുന്നു. 2018 കാര്യമാണത്, ഇന്ത്യ ആയിരുന്നു. നെക്സ്റ്റ് വൺ, വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വിങ്സ് ഓഫ് ഫയർ ഡോക്ടർ APJ അബ്ദുൽ കലാമുമായിട്ടാണ് വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയാണ് വിങ്സ് ഓഫ് ഫയർ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയാണ് വിങ്സ് ഓഫ് ഫയർ. അടുത്തത്, അരി, ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? അരി, ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്നയോജനയാണ്. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ്, പെരിയാറിൻ്റെ പ്രധാന പോഷക നദിയാണ് ഏത്? പെരിയാറിൻ്റെ പ്രധാന പോഷക നദി ഏതാണ്? മുതിരമ്പുഴയാണ്. പെരിയാറിൻ്റെ പ്രധാന പോഷക നദി മുതിരമ്പുഴയാണ്. അടുത്തത്, കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്ന എന്താണ്? കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഏറ്റവും കൂടുതലായി മിക്കവാറും ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? സംഘടിത പ്രക്ഷോഭം ഏതാണ് ആദ്യത്തേത്? ആറ്റിങ്ങൽ കലാപമാണ് സംഘടിത പ്രക്ഷോഭം. ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് കേരളത്തിൽ ആദ്യം ആരായിരുന്നു? ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കത്തോലിക്ക സംസ്കൃത സ്കൂളാണ്. ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് കത്തോലിക്ക സംസ്കൃത സ്കൂൾ. കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. നെക്സ്റ്റ് വൺ, അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്ന് അറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അടിലഹള ആരാണ്? നേതൃത്വം കൊടുത്തത് ആരാണ്? അടിലഹള എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനാണ് അടിലഹള. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ എന്താണ്? ആൻസർ ആകർഷണ ബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. അടുത്തത്, സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്? സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ്, ജലം തിളച്ച് നീരാവിയാകുന്നത് 373 കെൽവിൻ 373 കെയിലാണ് ജലം തിളച്ച് നീരാവി ആകുന്നത്. അടുത്തത്, അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ഏത്?
അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകം ഏതാണ്? ബ്രോമിൻ. ദ്രാവകാവസ്ഥയിലുള്ള അലോഹ മൂലകം ഏതാണ്? ബ്രോമിനാണ്. അടുത്തത്, ആധുനിക ആവർത്തനിക പട്ടികയിൽ ആകെ എത്ര ബ്ലോക്കുണ്ട്? ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. നിറമില്ലാത്ത ഒരു സംയുക്തമാണ് ഏത്? ഇവിടെ കൊടുത്തേക്കുന്നതിൽ നിറമില്ലാത്ത സംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡാണ്. അലസവാതകമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഗാലിയമാണ്. ഇവിടെ ഗാലിയമാണ്. അമോണിയ വാതകം ഈർപ്പരഹിതമാകുന്നതിന് ഉപയോഗിക്കുന്ന ഏതാണ്? കാൽസ്യം ഓക്സൈഡാണ്. അമോണിയ വാതകം ഈർപ്പരഹിതമാകുന്നതിന് ഉപയോഗിക്കുന്ന ഏതാണ്? കാൽസ്യം ഓക്സൈഡാണ്. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ക്ലോറൈഡ് തിരിച്ചറിയുന്നത്. 4-അസറ്റാമിഡോഫിനോൾ എന്നത് എന്താണ്? 4-അസറ്റാമിഡോഫിനോൾ എന്താണ്? പാരസെറ്റമോളാണ്. പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏതാണ്? മഞ്ഞ. ഡയോഡിൻ്റെ ധർമ്മം ഇവിടെ എന്താണ്? റെക്ടിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഏത്? ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. ഏതാണ്? ഹെൻറിയാണ്. ക്രാന്തിവൃത്തത്തെ ഡാഷ് ഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നു. ക്രാന്തിവൃത്തത്തെ എത്രയാണ്? 12 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജനാണ്. ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ട്രാൻസ്ഫോർമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷനാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ അപ്പോൾ ഇവിടെയാണ് ട്രാൻസ്ഫോമറിലാണ്. ഇനിയുള്ളത്, ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഓപ്ഷൻ നോക്കിയിട്ട് അലൂമിനിയത്തിലാണ്, ശൂന്യതയിലാണ്, ശുദ്ധജലത്തിൽ കൂടിയാണ്, വായുവിലാണ്. ആൻസർ അലൂമിനിയമാണ്. ശബ്ദം കൂടുതൽ വേഗം സഞ്ചരിക്കുന്ന ഇവിടെ കൂടിയാണ്, അലൂമിനിയത്തിലൂടെയാണ്. ഇവിടെ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദം കൂടുതൽ വേഗം സഞ്ചരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് സൗണ്ട് ട്രാവൽസ് വിത്ത് മാക്സിമം സ്പീഡ് വരുന്നത് അലൂമിനിയത്തിലാണ്. ഓക്കെ. ഇൻഫ്രാസോണിക് ശബ്ദം ഇവിടെ ഏതാണ്? ഇൻഫ്രാസോണിക് ശബ്ദം എന്ന് പറയുമ്പോൾ ഏതാണ്? 20 ഹെർട്സിൽ കുറഞ്ഞതാണ് എന്ത്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. നീലനിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? റീഗലാണ് നീലനിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം. നെക്സ്റ്റ്, ജീൻ എന്ന പദം ആദ്യം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജൊഹാൻസൺ ആണ് ജീൻ എന്ന പദം ആദ്യം ഉപയോഗിച്ചത്. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം ഏതാണ്? പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം, അതിരാവിലെ കാണുന്നതാണിത്. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം ഏതാണ്? ഗട്ടേഷൻ എന്നാണ് പറയുന്നത്. ഗട്ടേഷനാണ് ആ പ്രോസസ്സ്. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വട്ടച്ചൊറി. ഫംഗസ് ബാധയാണ് ഇവിടെ കൊടുത്തേക്കുന്നതിൽ. മന്ത്, പേവിഷബാധ, മലമ്പനി, വട്ടച്ചൊറിയിൽ. ഫംഗസ് ബാധ ഏതിലാണുള്ളത്? വട്ടച്ചൊറിയിലാണുള്ളത്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇവിടെ മൈക്കോപ്ലാസ്മയുണ്ട്, ബാക്ടീരിയ ഉണ്ട്, അമീബയുണ്ട്, സയാനോ ബാക്ടീരിയ ഉണ്ട് അല്ലേ? ഇതിൽ അമീബയാണ് വരുന്നത്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണ്? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ലൈസോസോം. ജന്തുകോശത്തിൽ മാത്രം, അതായത് സസ്യകോശത്തിൽ അവയില്ലെന്നാണ്. ലൈസോസോമാണ് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. ബാക്കി റൈബോസോം, മൈറ്റോകോൺട്രിയോൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ ഇതൊക്കെ നമുക്ക് കോമണായി രണ്ടിലും, സസ്യകോശത്തിലും അതുപോലെ ജന്തുകോശത്തിലും കാണപ്പെടുന്നു. ജന്തുകോശത്തിൽ കാണപ്പെടുന്ന ഏതാണ്? ലൈസോസോമാണ്. ഓക്കെ. കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന സസ്യം ഏതാണ്? കരിമ്പാണ്. നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ്?
നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അതിൻ്റെ പ്രതിബിംബം പതിയുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രതിബിംബം പതിക്കുന്നത് എവിടെയാണ്? റെറ്റിനയിൽ പതിക്കുന്നു. പ്രതിബിംബം പതിക്കുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. റെറ്റിന പ്രതിബിംബം റെറ്റിന പതിക്കുന്നു. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം അല്ലേ? ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന, ഹൃദയത്തിൻ്റെ പുറത്ത് കാണുന്ന ആവരണം ഏതാണ്? പെരികാർഡിയം. ഇവിടെ പറഞ്ഞേക്കുന്ന മെനിഞ്ചസ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ തലയിൽ ഇടയ്ക്കുള്ള ആണല്ലേ. പ്ലൂറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ശ്വാസകോശം. ഓക്കെ അല്ലേ? ശ്വാസകോശത്തിൻ്റെയാണ്. പെരികാർഡിയം ഹൃദയം. ഓക്കെ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളുണ്ട്. ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാലമായ പീഠഭൂമി ഒരു ഗ്രഹത്തിലുണ്ട്. ആ ഗ്രഹം ഏതാണ്? ശുക്രൻ. ശുക്രനിലാണ് ലക്ഷ്മിയുള്ളത്. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ് എന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ ചരിത്രകാരൻ ആരാണ്? ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞ ജർമ്മൻ ചരിത്രകാരൻ മാക്സ് മുള്ളർ. അപ്പോൾ ജർമ്മൻ ചരിത്രകാരൻ മാക്സ് മുള്ളർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണെന്നാണ് മാക്സ് മുള്ളർ പറഞ്ഞിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്കയ്ക്ക് ചെറിയ ലിഖിതമായ ഭരണഘടനയുള്ളത്, എഴുതപ്പെട്ട ഭരണഘടന. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? റിച്ചാർഡ് നിക്സൺ ആണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്. 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ റിച്ചാർഡ് നിക്സൺ. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി ആരാണ്? പട്ടം താണുപിള്ള. ആഗ്ര പട്ടണം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രഭാനക്ഷത്രം, സയ നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. ഇന്ത്യയുടെ തത്ത എന്ന ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത് ആരെയാണ്? അമീർ ഖുസ്രു. ഇന്ത്യയുടെ തത്ത എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത് ആരെയാണ്? അമീർ ഖുസ്രു. ശരീരോഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. ശരീര ക്രമീകരിക്കുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞ കുഞ്ഞിന് നൽകിയ പേര്? ആസ്ത. ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് ആരാണ്? കാറൽ മാർക്സ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാ ഗാന്ധി. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹം ഏതാണ്? ശുക്രൻ. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എന്നാണ്? 1911. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി ആരാണ്? കൽപ്പന ചൗള. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ദാദാഭായ് നവറോജി. അൺബ്രിട്ടീഷ് റൂൾ നവറോജി. സൂര്യഗ്രഹണം സാധാരണ ഉണ്ടാകുന്ന ഏത് ദിവസമാണ്? പൗർണമിതൊന്നിലുമല്ല സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഓട്ടെ. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആരാണ്? കോൺവാലിസ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. ഇനി x/5 = y/8 ആണെങ്കിൽ x-5 y+8 എത്രയായിരിക്കും? ആൻസർ 5:8. ഒരു വ്യക്തി നിശ്ചിത തുകയെ 6351 രൂപ 7 വർഷത്തേക്ക് 5% വാർഷിക പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. അത്രയും വർഷത്തേക്കുള്ള സാധാരണ പലിശ കണക്കാക്കുക.
ആൻസർ ഓപ്ഷൻ എ ആണ്. 10, 6, 2 എന്ന ശ്രേണിയിലെ അടുത്ത പദം 4-ാം പദം കാണുക. ആൻസർ -2. ഒരു ചതുരത്തിൻ്റെ വിസ്തീർണം മറ്റൊരു ചതുരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ 4 മടങ്ങാണ്. ചതുരത്തിൻ്റെ നീളം 90 cm ആണ്. ചതുരത്തിൻ്റെ വീതി ചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം വശത്തിൻ്റെ മുന്നിൽ 2 ഭാഗമാണ് എങ്കിൽ സമചതുരത്തിൻ്റെ വശം എത്രയാണ്? 15 cm. 0.08 × 0.5 + 0.9 = എത്രയായിരിക്കും? 0.94. ഒരു സംഖ്യയുടെ 5-ൽ ഒരു ഭാഗത്തിനോട് 4 കൂട്ടിയത് അതേ സംഖ്യയുടെ 4-ൽ ഒരു ഭാഗത്തിൽ നിന്ന് 10 കുറച്ചതിന് സമമാണ്. സംഖ്യ ഏതാണ്? 280. 36 തൊഴിലാളികൾ പ്രത്യേക ജോലി 18 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 27 തൊഴിലാളികൾ സമാനമായ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? 24. 1/2 1/2 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? 8. 2 വ്യക്തികൾ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ മൊത്തം വോട്ടിന് 30% വോട്ടുകൾ നൽകി. അയാൾ 480 വോട്ടിന് തോൽക്കുകയും ചെയ്തു. അസാധു ഒന്നും തന്നെയില്ല എങ്കിൽ ആകെ വോട്ടുകളുടെ എണ്ണം എത്രയാണ്? 1500. 29x + 15 108 ഇവിടെ ശരാശരി 73.5 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 71. നെക്സ്റ്റ് ഇംഗ്ലീഷ് പാർട്ടാണ്. മീര യൂഷ്വലി ഡാഷ് വിസിറ്റ് ദ ചർച്ച് ട്വൈസ് ഇൻ എ മന്ത്. മീര ഇംഗ്ലീഷ് ഇങ്ങനെ വായിച്ചാലും ഒരു നമുക്ക് എഴുതാൻ പറ്റും. കുറച്ച് എഴുതാൻ പറ്റുന്നതായിരിക്കും. കുറച്ച് വായിച്ച് വരുമ്പോഴാണ് അതിൻ്റെ കിട്ടുക. ദെൻ ഗ്രാമറാണ് മെയിൻലി ഉള്ളത്. ഓക്കെ. മീര യൂഷ്വലി ഡാഷ് വിസിറ്റ് ദ ചർച്ച് ട്വൈസ് ഇൻ എ മന്ത്. ആൻസർ വിസിറ്റ്സ് ആണ്. വിസിറ്റിൻ്റെ ടെൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. വിസിറ്റ്സ് ആണ്. നെക്സ്റ്റ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. അത് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ. ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ലെറ്റസ് വരുമ്പോൾ തന്നെ ഷാലൊക്കെയാണെന്ന് അറിയാം അല്ലേ. ഷാൽ വി. ലെറ്റസ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ ഷാൽ വി ആണ്. ചിൽഡ്രൻ എൻജോയ്ഡ് ഡാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ. ചിൽഡ്രൻ എൻജോയ്ഡ് dash beauty of nature, the beauty of nature. Hari, I was a student of APJ Abdul Kalam. Hari said that he had been a student of APJ Abdul Kalam. Report speech ആയിട്ട് മാറുന്നുണ്ട്. ഹരി ചേഞ്ച് അല്ലേ. ഹരി സെഡ് ദാറ്റ് ഹരി ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. ഹരി പറഞ്ഞു അല്ലേ. ഹരി ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. ഇനി ഹരി എന്ത് പറഞ്ഞു? ഹരി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ അവനായിരുന്നു ഹി ഹാഡ് ബീൻ എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. കവിത റോട്ട് എ നോവൽ അല്ലേ. വോയിസ് ചേഞ്ച് ആണ് അവിടെ. കവിത റോട്ട് എ നോവൽ. എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. എ നോവൽ റോട്ട് അല്ലേ. റൈറ്റിൻ്റെ പാസ്റ്റ് ഫോം റോട്ടാണ് കിടക്കുന്നത്. സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. സോ എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. ഡാഷ് ഈസ് എ സിനോണിം ഓഫ് പ്രിമിറ്റീവ്. ഡാഷ് ഈസ് ദ സിനോണിം ഓഫ് പ്രിമിറ്റീവ്. ഏൻഷ്യൻറ്റ്. സിനോണിം ആണ് ഏൻഷ്യൻറ്റ്. അടുത്തത് ഡാഷ് ഈസ് ദ ഫ്രേസൽ വെർബ് ഓഫ് ദ വേർഡ് ടോളറേറ്റ്. ഡാഷ് ഈസ് ദ ഫ്രേസൽ വെർബ് ഓഫ് ദ വേർഡ് ടോളറേറ്റ്. ആൻസർ പുട്ട് അപ്പ് വിത്ത്. Tolerate, put up with. Tolerate, put up with. Which of the following is an example of the suffix? A suffix successful. For suffix successful. അല്ലേ. മറ്റേതൊക്കെ സഫിക്സിൻ്റെ മറ്റേത് പ്രിഫിക്സിൽ വരിക. എൻകറേജിൽ EN വരുന്നുണ്ട് അല്ലേ. എൻകറേജ് ഇവിടെ എൻകറേജ് പ്രിഫിക്സ് വരുന്നുണ്ട്. ലൈക്ക് ഡിസ്ലൈക്ക് പ്രിഫിക്സ് വരുന്നുണ്ട്. ഇംപോസിബിൾ അല്ലേ. പോസിബിളിൻ്റെ പ്രിഫിക്സ് വരുന്നുണ്ട്. സോ സക്സസ്ഫുൾ ആണ് സഫിക്സായി വരുന്ന വാക്ക്. വൺ ഹൂ ഹേറ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ. വൺ വേർഡ്. ഓക്കെ. വൺ ഹൂ ഹേറ്റ്സ് എ മാൻകൈൻഡ് ആസ് എ ഹോൾ ഈസ് മിസ് ആൻഡ്രോപ്പ്. മിസ് ആൻഡ്രോപ്പ് ആണ്. വൺ ഹൂ ഹേറ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ. ഹേറ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ ആണ് മിസ് ആൻഡ്രോപ്പ്. Which one is the correct spelt word? Which one is the correct spelt word? BROCHURE. Option A ആണ്. BROCHURE. 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 Next question.
171/2016 അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇത് UPSC എക്സാം തന്നെയാണ്, 2016 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമാ നഗരം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ടൈബർ നദിയാണ്. ആൻസർ ടൈബർ നദിയാണ്. ആൻസർ ടൈബർ നദിയാണ്. റോമിലെ ടൈബർ നദിയാണ്. ഡാനൂബ് നദി എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? ഡാനൂബ് നദി എന്ന് പറയുമ്പോൾ യൂറോപ്പിലാണ്. ഡാനൂബ് നദി യൂറോപ്പിലാണ്. ഓക്കെ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗയാണ്. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗയാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗയാണ് വരുന്നത്. ഓക്കെ. ടൈഗ്രിസ് എന്ന് പറയുമ്പോഴോ ഇറാഖിലെയാണ്. ടൈഗ്രിസ് ഇറാഖിലെയാണ്. നെക്സ്റ്റ്, പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ല ഏതാണ്? എറണാകുളം. ഇനി സീമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ്? കടൽത്തറയാണ്. സീമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏതാണ്? കടൽത്തറയാണ്. അടുത്തത്, ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി എത്രയിലാണ്? 1918 അല്ലേ? 1918 ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഏതാണ്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആണ് അല്ലേ? ഇനി വക്പട എന്ന് പറയുമ്പോൾ ആത്മവിദ്യാ സംഘമാണ് വാഗ്ഭടാനന്ദനെ ഓർക്കുമ്പോൾ പറയേണ്ടത്. ഓക്കെ. ഇവിടെ ആനന്ദ മഹാസഭ എന്ന് പറയുമ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി ഇല്ല. അതിനോട് ചേർന്ന് വരുന്ന ഒരെണ്ണമാണ് എന്താ? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ. വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഏതിന് പകരമുള്ള ഒരു പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന? നീതി ആയോഗ്. ആൻസർ ആസൂത്രണ കമ്മീഷൻ അല്ലേ? ആൻസർ ഏതാണ്? ആസൂത്രണ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ആർട്ടിക്കിൾ 280 ആർട്ടിക്കിൾ 280 വന്നല്ലേ? ആർട്ടിക്കിൾ 280. ഇനി വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12 വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ. ഇനി സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? ആൻസർ കെ രാമകൃഷ്ണ പിള്ളയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. ഇനി ഡയറ്റ് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? ജപ്പാൻ. ഡയറ്റ് ജപ്പാൻ. ഇനി പോളണ്ട് എന്ന് പറഞ്ഞാലോ? സജ്ജം. പോളണ്ട് സജ്ജം. ചൈനയുടെ എന്താണ് പറയുക? നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. പോളണ്ട് സജ്ജം. ഓക്കെ. ഇവിടെ ഡയറ്റ് അതാണ് ജപ്പാൻ. ഡയറ്റ് ജപ്പാനാണ്. ഇനി ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആൻസർ ചാലക്കുടി പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ചാലക്കുടി പുഴ. ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഏത് ജില്ല? തൃശ്ശൂരാണ്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നതിൽ ഏതാണ്? പെരിയാറുണ്ടല്ലേ? പെരിയാർ എന്ന് പറയുമ്പോൾ ഏതാ വരിക? ഏതാണ് പെരിയാറിൽ വരിക? ഇടുക്കി അല്ലേ? ജില്ലയും ഇടുക്കി തന്നെയാണ്. മുതിരപ്പുഴ എന്ന് പറയുമ്പോൾ ഏതാ വരിക? പള്ളിവാസൽ അല്ലേ? ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഷോളയാർ ചാലക്കുടി പുഴ തൃശ്ശൂർ ജില്ല. പെരിയാർ എന്ന് പറയുമ്പം ഇടുക്കിയാണ്, ഇടുക്കി ജില്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതി അറിയാലോ. മുതിരപ്പുഴ എന്ന് പറയുമ്പോഴേതാ വരിക? മുതിരപ്പുഴ പള്ളിവാസലുണ്ട്, അതുപോലെ ചെങ്കുളമുണ്ട് കേട്ടോ. പള്ളിവാസലും ചെങ്കുളവുമുണ്ട്. ഇടുക്കി ജില്ലയിൽ രണ്ടും വരുന്നത്. ഇവിടെ നമുക്ക് ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചാലക്കുടിപ്പുഴ. ഷോളയാർ ചാലക്കുടിപ്പുഴ തൃശ്ശൂരാണ്. ഇനി ഹാരഡ് ഡോമർ മോഡൽ അടിസ്ഥാനമാക്കി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റ് ആരാണ്? APJ അബ്ദുൽ കലാമാണ്. ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ്. ആങ്സ്ട്രം മെഷർ എന്ന താഴെ പറയുന്നതിന് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ള? കപ്പലിൻ്റെ വേഗതയാണ് ആങ്സ്ട്രം മെഷർ.
താഴെ പറഞ്ഞതിൽ പോസിറ്റീവ് ചാർജുള്ള ഏതിനാണ്? ആൽഫ കണത്തിന്. പ്രകാശത്തിൻ്റെ വേഗത അളക്കുന്നത് ആദ്യമായിട്ട് ആരാണ്? റോമർ. നീലപ്രകാശവും പച്ചപ്രകാശവും കൂടിച്ചേർത്താൽ ഉണ്ടാകുന്ന നിറം സയൻ. നീല, പച്ച, സയൻ. എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടുള്ളതാണ്? ലെഡ്. അല്ലേ, നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ബാക്കി ഭാഗത്ത് ഉപയോഗിക്കുന്ന രക്ഷാകവചം ലെഡ്. കാർട്ടസ് ക്രിസ്റ്റൽ രാസപരമായ ഏത് വസ്തുവാണ്? സിലിക്കൺ ഡയോക്സൈഡ്. കാർട്ടസ് ക്രിസ്റ്റൽ സിലിക്കൺ ഡയോക്സൈഡ്. കാർട്ടസ് ക്രിസ്റ്റൽ സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ് എന്താണ്? കാർട്ടസ് ക്രിസ്റ്റൽ. കാർട്ടസ് ക്രിസ്റ്റൽ രാസപരമായത് സിലിക്കൺ ഡയോക്സൈഡ്. ക്വാർട്ടസ് ക്രിസ്റ്റൽ. ക്രിസ്റ്റലിൻ്റെ സിലിക്കൺ ഡയോക്സൈഡ്. ക്രിസ്റ്റൽ. മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? തോറിയം. മോണോസൈറ്റ് തോറിയം. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. മുന്തിരിയിൽ ടാർട്ടാറിക് ആസിഡ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു ചോദിച്ചാൽ ഓർഗാനോ ക്ലോറിനാണ്. സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില ഏതാണ്? -40 സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില ഏതാണ്? -40°C. -40°C സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ വരുന്നത്. കടൽ വെള്ളത്തിൻ്റെ pH എത്രയാണ്? 8.5. അല്ലേ, 8.5 ആണ് കടൽ വെള്ളത്തിൻ്റെ. അല്ലേ, കടൽ വെള്ളത്തിൻ്റെ pH 8.5. ലോഹദ്യുതിയുള്ള അലോഹം അയഡിനാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ക്രൂക്സ് ഗ്ലാസ്. കണശക്തിയുടെ യൂണിറ്റാണ് വെബർ. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഏതാണ്? കോൺവെക്സ് ലെൻസ് കൊണ്ടാണ്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഇപ്പോഴാണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റും ഒക്കെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ലൈറ്റ്സൊക്കെ മാറ്റുന്നു, അങ്ങനെ മാറ്റുന്നു, ഇങ്ങനെ മാറ്റുന്നു. സോ നോക്കി വെക്കാം. വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഒരു ചാലകത്തിൻ്റെ നീളം കൂടുന്തോറും അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാറ്റമില്ല. ചാലകത്തിൻ്റെ നീളം കൂടുന്തോറും റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല. ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്നത് ഫെർമിയാണ്. ഫെർമി എന്ന യൂണിറ്റ് കൊണ്ടാണ്. ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം ഏതാണ്? ബാസിലസ് പോളിമിക്സ്. ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? സീവ് നീങ്ങുന്നത് ഏത് രൂപത്തിലാണ്? സുക്രോസ് വഴി. ബീജമൂലത്തിൻ്റെയും ബീജശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റം ഏതാണ്? ബീജമൂലത്തിൻ്റെയും ശീർഷത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണുന്നത്. വിത്ത്. പ്രോമെരിസ്റ്റം. സാർക്കോമ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? സാർക്കോമ അസ്ഥിയിലാണ് സാർക്കോമ. പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സമൂഹിക്കപ്പെടുന്നത്? ജലം. ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. C55 H70 O6 N4 Mg. ഓർത്തിരിക്കുക, N4 Mg. C55 H70 O6. C55 കാർബൺ 55, ഹൈഡ്രജൻ 70 ഓക്സിജൻ 6, N4 Mg. ഇല്ലേ, അത് കോമൺ ഉണ്ടെന്നാലും H70 O6 N4 Mg. H70 O6 N4 Mg. ഓക്കെ, C55 ഓർത്തിരിക്കുക. കോശശ്വസനം വഴി കോശങ്ങൾ ഉണ്ടാകുന്ന CO2 രക്തത്തിലെത്തുന്നത് എങ്ങനെയാണ്? കോശശ്വസനം വഴി കോശങ്ങൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. കോശശ്വസനം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക? ഒരു സെല്ലിൻ്റെ ശ്വസനം എന്താ ഉദ്ദേശിക്കുക? അവിടെ ആഹാരം വന്നിട്ട് ഓക്സിജൻ സെല്ലിലേക്ക് വന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് ബാക്കി അവിടെ CO2 പുറന്തള്ളുന്നതാണ് ചെയ്യുന്നത്. ATP ഒക്കെ ഉണ്ടായതിന് ശേഷം കോശങ്ങളിലേക്ക് ഓക്സിജൻ വരുന്നു. അവിടെ വെച്ച് ATP അഡോസിൻ ട്രൈഫോസ്ഫേറ്റ് ഊർജ്ജ കണിക ഉണ്ടാകുന്നു. അല്ലേ, എന്നിട്ട് ബാക്കി വരുന്ന ബൈ പ്രോഡക്റ്റ് ഏതാണ്? CO2 ആണ്. അതാണ് കോശശ്വസനം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. കോശശ്വസനം വഴി കോശങ്ങൾ ഉണ്ടാകുന്ന CO2 ശരീരത്തിലെത്തുന്നത് എങ്ങനെയാണ്? ടിഷ്യൂ ദ്രവത്തിലൂടെയാണ്. PPL എന്ന ഏകോശ ജീവി ഏത് വിഭാഗത്തിലാണ് പെടുക? മൈക്കോപ്ലാസ്മ. PPL മൈക്കോപ്ലാസ്മയാണ്. പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗാരി ഏതാണ്? എർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് ഉണ്ടാക്കുന്നത്. അൽഖരിദ് ഏത് പച്ചക്കറിയാണ്? പാവൽ. മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്? 23.5 ഉത്തരാനുരേഖ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതും സംസ്ഥാനം
ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. പർവ്വതവിജ്ഞാനത്തെപ്പറ്റി അറിയാൻ താഴെ പറയുന്നവയിൽ ഏത് പഠനശാഖയാണ് വേണ്ടത്? ഓറോഗ്രഫി. പർവ്വതവിജ്ഞാനം, ഓറോഗ്രഫി. പർവ്വതം, ഓറോഗ്രഫി. ഓറോഗ്രഫി, പർവ്വതം. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? രേഖീയ മാതൃക. റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണപ്പെടുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? രേഖീയ മാതൃക. മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽപ്പെടുന്നു? പ്രാഥമിക മേഖല. മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് ശിലാമണ്ഡലം? ശിലാമണ്ഡലം, മാൻറ്റിൽ, ഭൂവൽക്കം. ശിലാമണ്ഡലം, മാൻറ്റിലും ഭൂവൽക്കവും. എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? ആഗ്നേയശില. അല്ലേ? മാതൃശില എന്നൊക്കെ പറയാറുണ്ട്. ആഗ്നേയശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിൽ ഉണ്ടാകുന്നു? ട്രോപ്പോസ്ഫിയർ. ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ് താഴെ പറഞ്ഞതിൽ ആരാണ്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ. ബൂർബോൺ രാജവംശം താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്താണ് അധികാരത്തിലിരുന്നത്? ബൂർബോൺ രാജവംശം ഫ്രാൻസിലാണ്. ബൂർബോൺ രാജവംശം ഫ്രാൻസിലാണ്. ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നതിൽ ആരാണ്? ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് ആണ് ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ചത്. ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത എന്നറിയപ്പെടുന്ന ഏതാണ്? ശാസ്ത്രീയ വീക്ഷണം. ജ്ഞാനോദയം, ശാസ്ത്രീയ വീക്ഷണം. 1756 പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം ഏതാണ്? പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായ യുദ്ധം ഏതാണ്? സപ്തവത്സര യുദ്ധം. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം താഴെ പറയുന്നവയിൽ ഏതാണ്? കമ്പോള പരിഷ്കരണം. 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാനാണ് 1191 ഒന്നാം തറൈൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ്. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയാണ്? ഇരുമ്പ് യുഗം. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഇരുമ്പ് യുഗം. പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നവയിൽ ഏതാണ്? വളഞ്ചിയർ. പഴന്തമിഴ് പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നവയിൽ ഏതാണ്? വളഞ്ചിയർ. മോഹൻജദാരോവിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവരിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? മോഹൻജദാരോവിൽ ഉത്ഖനനങ്ങൾ നടത്തിയത് താഴെ പറയുന്നവയിൽ ആരുടെ നേതൃത്വത്തിലായിരുന്നു? R.D. ബാനർജി. R.D. ബാനർജി. നെക്സ്റ്റ് മാർക്സിൻ്റെ പോർഷനാണ്. 3 1/2 + 2 1/3 - 4 1/6 തുല്യമായത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1 3 2. സംഖ്യാരേഖയിലെ സ്ഥാനം 3/5 3/4 ഇടയിൽ വരത്ത ഭിന്നം ഏതാണ്? ആൻസർ 4/5. 1 3 5 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്താണ്? ആൻസർ ഓപ്ഷൻ എ 900. 64ാമത്തെ ചോദ്യം. 1/2 + 1/64 1/3 - 32 -1/5 = എത്രയാണ്? 0. പഞ്ചസാരയുടെ വില 25% വർദ്ധിക്കുന്നു. ഒരാളുടെ ചെലവ് വർദ്ധിക്കാതിരിക്കാൻ പഞ്ചസാരയുടെ ഉപയോഗം എത്ര ശതമാനം കുറയ്ക്കണം? 20%. എത്ര കുറയ്ക്കണം? 20%. താഴെ പറയുന്നവയിൽ മട്ട ത്രികോണത്തിൻ്റെ വശങ്ങളാകാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 2 3. 2 വൃത്തസ്തംഭങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 1:3 ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആയാൽ പാദ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ആൻസർ 2:3. ഒരു സ്ഥാപനത്തിലെ 12 ജോലിക്കാരുടെ ശരാശരി പ്രായം 45 ആണ്. ഇതിൽ 60 വയസ്സുള്ള രാജൻ പിരിഞ്ഞു പോയതിന് ശേഷം രഘു ജോലിയിൽ ചേർന്നപ്പോൾ
ഉള്ള പുതിയ ശരാശരി 42 ആയാൽ രഘുവിൻ്റെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 24 ആയിരിക്കും. രേണു 12 1/8% സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ച തുക നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം ഇരട്ടിയായി തിരികെ ലഭിക്കുന്നു എങ്കിൽ രേണു എത്ര വർഷത്തേക്ക് നിക്ഷേപം നടത്തിയത്? 8. ഇതൊക്കെ ചെയ്ത് പഠിക്കാനുള്ളവയാണ്, വായിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം. നെക്സ്റ്റ് 70യുടെ ആൻസർ 10%. നെക്സ്റ്റ് ഇംഗ്ലീഷ് പോർഷനാണ്. ദ പുവർ മാൻ ഈസ് അഫക്റ്റഡ് ഡാഷ് ആർത്രൈറ്റിസ്. ദ പുവർ മാൻ ഈസ് അഫക്റ്റഡ് വിത്ത് arthritis. Select correct indirect form. He said, alas, it is a heavy loss. He exclaimed with sorrow, it was a heavy loss. Select correct indirect form ആണ്. He said, alas, it is a heavy loss. അതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം എഴുതുക. ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അലാസ് വന്നപ്പോൾ ഹി എക്സ്ക്ലെയിംഡ് വന്നു അല്ലേ. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ്. ഓക്കെ, ഹി എക്സ്ക്ലെയിംഡ് വിത്ത് വിഷമത്തോടു കൂടി. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ് അല്ലേ. ഹി സെഡ് അലാസ് ഇറ്റ് ഈസ് എ ഹെവി ലോസ്. അപ്പോൾ അലാസ് എന്ന് പറയുമ്പോൾ ആശ്ചര്യത്തോടെ, എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ, ഓക്കെ, ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. നെക്സ്റ്റ് റീഡ് ദ headlines and complete the sentences. Rana convicted for murder dash from the court. The police is looking for him. Answer had escaped. Rana convicted for murder had escaped from the court. The police is looking for him. Which of the following is in the passive form? Passive form-ഇലുള്ളത് ഏതാണ്? She gave a party gave to her. She was given a party, they given a party. Answer she was given a party. പാർട്ടി കൊടുത്തിരുന്നു. Fill in the blanks with the correct verb. He gave up hunting. ഹണ്ടിൻ്റെ കറക്റ്റ് വെർബാണ് പറയുന്നത്. ഹണ്ടിൻ്റെ കറക്റ്റ് വെർബ് കൊടുക്കുക. ആൻഡ് took to dash ബ്രാക്കറ്റിൽ farm for livelihood. He gave up hunting and took to farming for livelihood. So the following word is rightly spelled. Marvel. 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 SARS is an acronym ആണ്. SARS acronym word ആണ്. SARS. Find out equivalent usage in English. അണ്ണാനെയാണോ മരങ്കേറ്റം പഠിപ്പിക്കുന്നത്? Don't teach your grandmother to suck egg. Teach your grandmother to suck egg. Fill in the blank with the correct form of phrasal verb. None of the boys dash any questions. None of the boys come up with. None of the boys come up with any questions. None of the boys come up with any questions. The word means one who knows everything. Omniscient. One who knows everything. Omniscient. Knows everything. അറിയാം everything. Omniscient. Okay. Thank you for watching. ഇതിൻ്റെ സൈക്കോളജി പാർട്ട് നമുക്ക് തൊട്ട് പുറകെ എഴുതുന്നുണ്ട്. ഇപ്പോൾ LP-UPക്കും ക്ലാസ് നോക്കാം. അതുപോലെ തന്നെ LDCക്ക് വേണ്ടിയിട്ടും കൂടി ഇങ്ങനൊരു കണ്ടന്റ് തയ്യാറാക്കിയേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്.